ഇന്നലെ വൈകിട്ട് 3 മണിക്ക് കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നമ്മുടെ ബിഗ് ബോസ് താരങ്ങളുടെ IPL കാണാനായിട്ട് പോയി. IPL അല്ല, APL. ചുരുക്കി പറയുകയാണെങ്കിൽ ബിഗ് ബോസ് താരങ്ങൾ 1 മുതൽ 6 സീസണുകൾ വരെയുള്ള പല പല താരങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ക്രിക്കറ്റ് കളി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണെങ്കിലും നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ചത്തു ഇന്നലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ ഒരുപാട് ബിഗ് ബോസ് താരങ്ങളെ കാണാൻ പറ്റി. ഇവരെയൊക്കെ പേഴ്സണലി അറിയുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പല പല മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള വ്യക്തികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആദ്യമായി കണ്ട കുറച്ച് പേരുണ്ട്. നമ്മുടെ ബ്ലെസ്ലി, സിജോ, അവരെയൊക്കെ ഇന്നലെ ആദ്യമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റോബിൻ ഉണ്ടായിരുന്നു, നമ്മുടെ പാഷാണം ഷാജി, അനൂപ് മേനോൻ, അങ്ങനെ പല കണ്ടസ്റ്റൻസ്, ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു. അരിസ്റ്റോ സുരേഷ് ഏട്ടൻ, സൂരജ്, അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസ്, നമ്മുടെ ആര്യ ബഡായി, എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ ഒരു 6 ടീമായിട്ടായിരുന്നു ഇന്നലെ ഈ ഒരു മാച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോബിൻ നമ്മുടെ ബ്ലസ്സിലേക്ക് ഒരു ടീമിലായിരുന്നു കളിച്ചിരുന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ ക്രിക്കറ്റർ ഒരാളുണ്ടായിരുന്നല്ലോ, നമ്മുടെ സീസൺ 6 വൈൽഡ് കാർഡ് ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. സായി ചേട്ടൻ ഇന്നലെ ആ ഒരു ബോളിനെയൊക്കെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു തട്ടിക്കൂട്ട് ക്രിക്കറ്റ് കളിയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരുമാതിരി ഒരു ടോം ആൻഡ് ജെറി പ്ലേ പോലെയാണ് നമ്മുടെ ശോഭ ചേച്ചിയൊക്കെ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചത്. എന്തൊക്കെയാണെങ്കിലും നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. ഇന്നലെ അത് ഫുള്ളിരുന്ന് കണ്ടിട്ടാണ് പോകുന്നത്. ഏകദേശം രാത്രി 11:30 വരെയൊക്കെ ക്രിക്കറ്റ് ആ ഒരു മാച്ച് ഉണ്ടായിരുന്നു. എല്ലാ കണ്ടസ്റ്റൻസും, ഒട്ടുമിക്ക എല്ലാവരും ആ ഒരു മാച്ച് ഫുള്ള് ആ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. മാച്ച് ഇനോഗ്രേഷൻ ചെയ്തത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. ആക്ടറായിട്ടുള്ള കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. അതുപോലെ തന്നെ പക്രുചേട്ടൻ ഉണ്ടായിരുന്നു. പക്രുചേട്ടന്റെ പുതിയ ഒരു പടം ഒക്കെ ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച്. അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും പലരെയും ഇന്നലെ കാണാനായിട്ട് പറ്റി. എന്തൊക്കെയാണെങ്കിലും അടിപൊളി ഗെയിം ആയിരുന്നു. ഇന്നലെ പോയിട്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24/7 ലൈവ് ആയിട്ട് നമ്മുടെ സൈന സൗത്ത് എന്റർടൈൻമെന്റ്സ് ആണ് ഈ പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം അവർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ വെച്ച് കിട്ടിയ ചെറിയ 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 ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും തീർച്ചയായിട്ടും പോയി കാണുക. ഈ ഒരു ഗെയിമിന്റെ കേസ് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നാദ്രയ്ക്ക് ഇന്നലെ പന്ത് എറിയണോ വേണ്ടെന്നുള്ള സെറ്റപ്പിൽ നിൽക്കായിരുന്നു എല്ലാവരും. എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ഒന്നും അല്ല, ഇവരെല്ലാവരും ആക്ടേഴ്സ് ആണ്. അവർക്ക് ഈ കളി എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറെ പേരുണ്ട്. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായിട്ട് സൈന സൗത്ത് എന്റർടൈൻമെന്റ്സ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തു. അടിപൊളി സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുമിച്ച് കാണാനായിട്ട് പറ്റി. കുറെ നേരം അവരുടെ ഒപ്പം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സൈന സൗത്തിന്റെ ആ ഒരു യൂട്യൂബിന്റെ പേജിൽ കയറി നോക്കിയാൽ മതി. ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ വന്ന എല്ലാവരും, അതായത് ഈ ഒരു മാച്ച് കാണാനായിട്ട് ആ ഒരു സ്റ്റേഡിയത്തിന്റെ പരിസരത്തെത്തി എല്ലാവരും അന്വേഷിച്ചൊരു വ്യക്തി അഖിൽ മാരാറാണ്. കാരണം ക്രിക്കറ്റിന്റെ ഒരു മെയിൻ ആണല്ലോ മാരാര്. അപ്പൊ തീർച്ചയായിട്ടും അഖിൽ മാരാർ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അഖിലേട്ടൻ ഇല്ലേ, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് പോകുന്നത് കണ്ടു. അതുപോലെ തന്നെ റോബിൻ വന്ന സമയത്ത് സീസൺ 4 ഒരു ആരവം ഉണ്ടാക്കിയിട്ട് ഇതുവരെയും അത് കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. റോബിൻ വരുന്ന സമയത്ത് റോബിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കമന്റ് ബോക്സിലൊക്കെ ഫുള്ള് ഡി ആർ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്ത് ആളുകൾ എന്താണ് ആഘോഷമൊക്കെയാണ്. റോബിനൊക്കെ ഇന്നലെ ഭയങ്കര സ്വീകരണമായിരുന്നു അവിടെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പതേ വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിന്റെ പുതുപുത്തൻ വിശേഷങ്ങളും കണ്ടസ്റ്റൻസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്